വാളയാർ ആൾക്കൂട്ട വംശീയ കൊലപാതകത്തിൽ പോലീസിന് തുടക്കത്തിലുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. കൂടുതൽ പ്രതികളുണ്ടായിട്ടും ഇവരെ പിടികൂടുന്ന നടപടികളിലേക്ക് ആദ്യ 2 ദിവസം പോലീസ് കടന്നില്ല. ഇത് മർദ്ദിച്ചവർക്ക് ഒളിവിൽ പോകാനുള്ള സഹായമാകുകയായിരുന്നു. കൂടുതൽ പേർ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നുവെങ്കിലും അത് ശേഖരിക്കാനും പോലീസിന് കഴിഞ്ഞില്ല. പകർത്തിയ ഫോണുകൾ നശിപ്പിച്ചതായാണ് വിലയിരുത്തുന്നത്. വംശീയ കൊലപാതകത്തിൽ ശക്തമായ വകുപ്പുകൾ ചേർക്കാത്തതിലും വിമർശനമുണ്ട്. പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ ചേരുകയാണ്. സാജിദ്, കേരളം ഞെട്ടിയ, കേരളം നാണിച്ചു തല താഴ്ത്തിയ കൊലപാതകമാണ് വാളയാറിൽ നടന്നത്. പക്ഷേ 5 പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചെങ്കിൽ തന്നെയും കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷേ അവരെ പിടികൂടാനുള്ള നടപടികൾ ഇതുവരെയും എവിടെയും എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് പോലീസിന് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത്? ഇതിൽ പോലീസ് തുടക്കത്തിൽ വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കൊലപാതകം നടന്നതിന് ശേഷവും മിക്ക പ്രതികളും അവരുടെ നാടുകളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അറസ്റ്റിലായ 5 പേരെ പിടികൂടി. അതിനുശേഷം പോലീസ് പിന്നീട് മറ്റ് തിരക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ 1.5 കിലോ കഞ്ചാവ് പിടിച്ച ഇതിന്റെ തിരക്ക് എന്നാണ് പറയുന്നത്. അത് എത്ര ബാലിശമാണ് എന്ന് കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും ഇതോടുകൂടി പല ആളുകളും ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 പേർ കസ്റ്റഡിയിലുണ്ട്. അത് ഈ പ്രതികളാണോ അതോ പ്രതികളുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഈ ഫോണിൽ കൂടുതൽ ആളുകൾ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ഒരു വളരെ ചെറിയ ദൃശ്യങ്ങൾ 22 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ദൃശ്യമാണ് ഉള്ളത്. ഇത് വലിയ വാർത്തയായതോടുകൂടി ഈ പലരും ഫോണുകൾ തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ എത്രത്തോളം തിരിച്ചെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആദ്യഘട്ടത്തിൽ പ്രതികളെ പിടികൂടുന്നതിനോ ഇതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിനോ ഈ ദൃശ്യങ്ങൾ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിനോ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഗുരുതരമായ കുറ്റമാണ്. പിന്നീട് വാളയാർ പോലീസിൽ നിന്ന് ഇത് ഈ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു SIT രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ കൊലപാതക കുറ്റം ആണ് ഇപ്പോൾ പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ആദ്യ 2 ദിവസം പോലീസ് കാണിച്ച അലംഭാവം അത് മറ്റു പ്രതികൾക്ക് ഏതാണ്ട് 10ഓളം പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്. അവർക്കൊക്കെ ഒളിവിൽ പോകാനും അത് സഹായകമായി. ഇവരൊക്കെ എവിടെയാണ് എന്ന സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ പലരും നമുക്കറിയാം വാളയാർ അതിർത്തി, തമിഴ്നാട് അതിർത്തിയാണ്. അവർക്ക് ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നീട് തമിഴ്നാടാണ്. വളരെ എളുപ്പത്തിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ട് പലരും സംസ്ഥാനം വിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഇവരെ ഈ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് ഇനിയും ചുമത്തേണ്ടിയിരിക്കുന്നത്. അതിൽ ഒന്ന് ഈ PNS-ലെ 103(2) ഇത് ഈ ജാതി, വംശം, പ്രദേശം തുടങ്ങിയവയുടെ പേരിൽ 5ഓ അതിലധികം ആളുകളോ സംഘം ചേർന്ന് ഒരാളെ കൊലപ്പെടുത്തുന്ന വകുപ്പാണ്. വളരെ ഗുരുതരമായ വകുപ്പാണ്. അത് ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ വകുപ്പ് ഇതുവരെ ചുമത്തിയിട്ടില്ല. മറ്റൊന്ന് SC/ST അട്രോസിറ്റി വകുപ്പാണ്. SC/ST അട്രോസിറ്റി വകുപ്പും ഇതുവരെ ചുമത്തിയിട്ടില്ല.